നിങ്ങൾക്ക് ലിവിൻ ടുഗദർ എന്താണെന്ന് അറിയാമോ? ലിവിൻ ടുഗദർ എന്താണെന്ന് അറിയത്തില്ല. അതാണ് ന്യൂജൻ വാക്ക്. ലിവിൻ ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടം തീർന്നവരെ നമ്മളോട് ജീവിപ്പിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഡിവേഴ്സ് ചെയ്യാം. അതാണ് ലിവിൻ ടുഗദർ. ലിവിൻ ടുഗദർ എടാ ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ പേരതല്ല. ചിന്ന വീട് സെറ്റപ്പ്. നമുക്ക് ചില്ല് ചെയ്യാം ബേബി. നമുക്ക് കണ്ടോടാ പിള്ളേര് നൂതനാണല്ലേ, പണിക്ക് പോകും. റബ്ബറിന് ചില്ലടിക്കാൻ പോവാ. റബ്ബറിന്റെ ചില്ലടിക്കാൻ പോവില്ല. ഈ തന്ത ബേബി സെറ്റപ്പിന്റെ അയ്യോ, റബ്ബറിന്റെ ചില്ലടിക്കാൻ പോകുന്നില്ല, നമ്മൾ അടിച്ചു വിളിക്കില്ലേ, അതിനാണ് നമ്മൾ പറയുന്നത് ഈ ചില്ല് ചെയ്യാൻ പോകും. അടിച്ചു വിളിക്കാൻ പോണ് മക്കളെ. അടിച്ചു വിളിക്കാൻ പോകാനായിട്ട് എത്ര രൂപ നേക്കാവും? നമുക്ക് പെർ ഡേ 10,000 above. മക്കളുടെ കാര്യം അത്രയും പൈസ ആവല്ല. അത്രയും പൈസ കൂട്ടി വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ഒരു അമ്മണിയുണ്ട്, ദോശക്കാരി. അമ്മയുടെ അത്തച്ചിട്ട് ചേരി. എന്നാലും ഒരു വീട്ടിൽ നിന്ന് കയറേണ്ട പെണ്ണല്ലേ, ആ സമയം നിനക്ക് ഒരു മോതിരം 5 കൈയിടാം. ഈ തന്തവേബിന്റെ ഫസ്റ്റ് സാധനമാണ് ഈ സേവിയല്. നമ്മൾ സേവ് ചെയ്യേണ്ട കാര്യമില്ല. നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ചില്ല് ചെയ്യാം, മാക്സിമം ചില്ല് ചെയ്യാം. പൊന്നുമോനെ, ഞങ്ങള് ചില്ല് ചെയ്ത പോലെ നീയൊന്നും ചില്ല് ചെയ്തിട്ടില്ല. അല്ലല്ല, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചില്ല് ചെയ്തിട്ടില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നമ്മളെ കാണുമ്പോൾ ഉള്ള ഈ സ്ക്രാച്ചിങ്. നീ തലപ്പന്ത് കളിച്ചിട്ടുണ്ടോ? നീ വെട്ടുപന്ത് കളിച്ചിട്ടുണ്ടോ? നീ ക്ലിപ്പാസ് കളിച്ചിട്ടുണ്ടോ? നീ അമ്പലക്കുളത്തിൽ നീന്തി കുളിച്ചിട്ടുണ്ടോ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പബ്ജി കളിച്ചിട്ടുണ്ടോ? ലുഡോ കളിച്ചിട്ടുണ്ടോ? ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടോ? അളിയാ, ഇവര് കളിച്ചിട്ടുണ്ട് പുതിയ കളി. മൊബൈലില് വീടിനകത്ത് ഒരു മൂലക്കിരുന്ന് കളിക്കും. ഇവര് ശരീരം അനങ്ങുന്നുണ്ടോ? നമ്മള് ശരീരം അനങ്ങല്ലേ കളിക്കുന്നത്. അറിയാ, വലത്തെ കൈ കൊണ്ട് ചോറുണ്ണുമ്പോഴും ഇതൊക്കെ ഇടത്തെ കൈ മൊബൈലാ. നമ്മൾ ഇടത്തെ കൈ വേറെ പല കാര്യത്തിനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ടി ഇപ്പൊ ഉള്ള തലമുറയ്ക്കൊക്കെ 30 വയസ്സ് കഴിഞ്ഞ ഉടനെ പ്രഷറ്, കൊളസ്ട്രോള്, ഷുഗർ. അതൊക്കെ രോഷം കൊള്ളല്ലേ, എന്റെ കൊളസ്ട്രോൾ അളവും